ആ മനുഷ്യൻ ശരിക്കും ഒരു കുട്ടിയാണോ? നല്ല കുട്ടിയാണ്. ആ, അനുസരണയുള്ള എന്റെ മക്കളെക്കാൾ അതെ, ചില സമയത്ത് മക്കളെക്കാൾ കുട്ടിയാണ്. അതൊരു വാശിയുടെ എലമെന്റ് അല്ലല്ലോ. വാശിയുടെ എലമെന്റ് ഒന്നുമില്ല. വാശി എടുത്തിട്ട് യാതൊരു കാര്യമില്ല എന്നുള്ള നല്ല ധാരണയുള്ളതുകൊണ്ടായിരിക്കാം വാശിയില്ല. വാശി എടുത്താലും അവിടെ വരുമ്പോഴത്തേക്ക് പ്രണാമം. ഞങ്ങള് 4 പേരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പക്ഷെ 4 പേര് കുഞ്ഞുങ്ങളാണ് വീട്ടില്. അതാണ് സത്യം. അച്ഛനാണ് ഞങ്ങളുടെ വീട്ടിലെ കാരണവർ. അച്ഛൻ മറ്റേ മാഷാണ്, ചാക്കോ മാഷാണ് ഞങ്ങളുടെ വീട്ടിലെ. A+B² ആണ് അച്ഛൻ. ഇപ്പോഴും ഞങ്ങള് 4 പേര് അച്ഛൻ. വേറെ വെളിയിൽ നിന്ന് ആരെങ്കിലും വന്നാൽ അവർക്ക് സംശയം തോന്നും. ഞങ്ങൾ 4 പേരും കുട്ടികളും, അച്ഛനാണ് ചാക്കോ മാഷും. ഈ കുട്ടി ആശ്വസിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിന്ന് തരുമോ, അതേ ചാടി പോവോ? ഇല്ല, ആശ്വസിക്കാൻ പിടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയണ്ടേ, ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായ മനസ്സലിവൊക്കെ ഉള്ള അങ്ങനത്തെ ഒരാളാണ്. വളരെ എന്നോട് ഒരുപാട് പേര് പുറത്ത് പോകുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം, ഈ ചർച്ചയിലൊക്കെ കാണുന്ന പോലെ ആളുകളുടെ കൂടെ എങ്ങനെ ജീവിക്കും, അവർ ഭയങ്കര ദേഷ്യമായിരിക്കില്ലേ, ഇങ്ങനെ തന്നെയാണോ വീട്ടിൽ സംസാരിക്കുന്നത്. പക്ഷെ ഒരു 2 മിനിറ്റ് അല്ലാതെ പേഴ്സണലി സംസാരിക്കുന്ന എല്ലാവരും പറയും, ഇയാൾ ഇങ്ങനെയല്ലേ, ഇയാള് പെർസെപ്ഷനാണ്. ചാനൽ ചർച്ച വരുന്നത് എന്നോട് പേഴ്സണലി ഒരുപാട് ഭയങ്കര പാടായിരിക്കല്ലേ ഇങ്ങനെ ജീവിക്കാൻ കൂടെ. പക്ഷെ വീട്ടിൽ വന്നാലേ അറിയുള്ളൂ. വീട്ടിൽ വരണമെന്നില്ല, പുള്ളിയോട് 2-3 മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഭയങ്കര കിലുക്ക സിനിമയിലെ രേവതിയുടെ ഒരു സീൻ ഉണ്ടല്ലോ, രേവതിയല്ല ഇന്നസെന്റ് ചിരിക്കുന്നു. അതെ അതെ അതെ, കുട്ടി ചിരിക്കും. ചെറിയ തമാശകളൊക്കെ ആണെങ്കിലും വളരെ പൊട്ടിച്ചിരിക്കുന്ന. അതെനിക്ക് ഞങ്ങൾ 4 പേര് ഏകദേശം ഒരേ ടീമായിരിക്കും. വീട്ടില് നിങ്ങളെല്ലാവരും കോമഡി കാണാൻ ഇഷ്ടപ്പെടുന്നു. അല്ല, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഗൗരവമുള്ള സിനിമകൾ കാണുന്ന റഹീമാണ്. അല്ല, സിനിമ ഞങ്ങള് എല്ലാവരും. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട ജോണർ എന്ന് പറയുന്നത് ഒന്ന് ത്രില്ലർ ഭയങ്കര ഇഷ്ടമാണ്, ദെൻ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. ഇത് രണ്ടാണ് എൻ്റെ ഇഷ്ടം. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഫാമിലി ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ഒരു ആകാശദൂത് പോലുള്ള ആ ജോണർ മെലോഡ്രാമകൾ എനിക്ക് അങ്ങോട്ട് കാണുമെങ്കിലും എനിക്കതങ്ങോട്ട് എൻ്റെ ടേക്കല്ല. ഞാൻ യാത്രകൾക്കിടയിൽ ഭയങ്കര രസകരമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം, നല്ല ഇതുപോലുള്ള ത്രില്ലർ സീനുകൾ, നല്ല അത്തരത്തിലുള്ള അഭിനയ മുഹൂർത്തങ്ങൾ, അവിടെയും മെലോഡ്രാമയിലേക്ക് പോകാറില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കോമഡി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് മറിമായത്തിൽ ഭയങ്കര ആരാധകനാണ്. റിപ്പീറ്റ് വാച്ചാണ്. മറിമായത്തിൽ ഇത് കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഉണ്ണിരാജയെ കണ്ടത്. ഉണ്ണിരാജയെ YLF-ന്റെ ഇടയിലാണ് കണ്ടത്. ഉണ്ണിരായോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ സ്ട്രോങ് ആരാധകരാണ്. ഞാൻ ഉണ്ണിരായോട് കുറേ എപ്പിസോഡ്സ് അങ്ങോട്ട് പറഞ്ഞു. അയ്യോ ഭയങ്കര രസമാണ്. അയാളുടെ ഇതുണ്ടല്ലോ, അതോടെ ഓപ്പറേഷൻ ജാവയിലെ അതേ അഖിലേഷ് ചേട്ടനാണ്. ഒറ്റ സീനല്ലേ, തൊട്ടി മുതൽ നൃത്താശീലം പുള്ളി വന്നിട്ട് പറയുന്ന സീനുണ്ടല്ലോ. ഇപ്പോഴൊക്കെ നമ്മുടെ അണുവികരണം മുഴുവനും എനിക്ക് പൈസ അണ്ണാങ്കൊട്ടാ മറ്റേ ഉണ്ണിരാജയ്ക്ക് ഒരു പ്രൊമോഷൻ കാണുന്നുണ്ടല്ലോ അല്ലേ? അല്ല, ഉണ്ണിരാജന്റെ വലിയ ഫേമാണ്. ഉണ്ണിരാജ മാത്രമല്ല, ആ മറിമായത്തിലെ കുറേ ആളുകളുണ്ട് വളരെ നാച്ചുറലായിട്ടൊന്ന് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പട്ടാമ്പിക്കാരൻ, അയാളുടെ അതിൽ പ്രധാനപ്പെട്ട നടൻ മണികണ്ഠൻ പട്ടാമ്പി ആ പ്യാരിജാതൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് എന്തൊരു ജെന്യൂൻ ക്യാരക്ടറാണത്. അത് നമ്മൾ നിസ്സാരമായി അല്ല, ഞാനതിൽ കാണുന്നത് തുടർച്ചയായൊരു സീരീസ് ചെയ്യുന്നു. പക്ഷെ ആ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവർ ചെയ്യുന്നു. അതിൻ്റെ ജെന്യൂനിറ്റി നിലനിർത്തിക്കൊണ്ട് പ്രേക്ഷകരെ മടുപ്പിക്കാതെ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും അത്ര മോശക്കാരൊന്നുമല്ലോ. മീൻസ് ക്രിട്ടിക്കലായി തന്നെ, അതായത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാന്ന് എനിക്കെല്ലാം ആർക്കായാലും തോന്നുമല്ലോ. അപ്പം എന്നെ ബീറ്റ് ചെയ്യാൻ കഴിയുന്നു അല്ലേ, എന്നെ ബീറ്റ് ചെയ്യാണല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ വീണ്ടും അവരെ പിന്തുടരുന്നത്. അപ്പം ഞാനവരെ റെസ്പെക്ട് ചെയ്യണ്ടേ, അവരുടെ ടാലൻറ്റിനെ റെസ്പെക്ട് ചെയ്യണ്ടേ. എനിക്കതുകൊണ്ടാണ് ഞാൻ പേരെടുത്ത് പറയുന്നത്. അത് അവരോട് തന്നെ പേഴ്സണലി കണ്ടാൽ, മണികണ്ഠൻ പട്ടാമ്പിയോടായാലും നമ്മുടെ ഉണ്ണിരാജയോടായാലും ഈ പ്യാരിജാതൻ, പിന്നെ ഇവർക്ക് എത്ര ഗംഭീരമായിട്ടാണ് അതിനകത്ത് നമ്മുടെ മണ്ടോദരി ശ്രീകുമാറിൻ്റെ പാർട്ണർ എത്ര ഗംഭീരമായിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മളെ സ്ഥിരമായിട്ടത്. പിന്നെ മാത്രമല്ല, സാമൂഹ്യ പ്രസക്തമായ കാര്യങ്ങളാണ്. ഞാൻ അതിൽ കണ്ടൊരു കാര്യം, അത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ഭയങ്കരമായിട്ട് മാറി. നമ്മൾ ഗാഡ്ജറ്റുകളാണ്, നെഗറ്റീവ് ഹ്യൂമറുകളല്ല, വളരെ പോസിറ്റീവായ ഹെൽത്തിയായ ഹ്യൂമർ. ആ ഒരു റിതം നിലനിർത്തിക്കൊണ്ട് പോകുക വലിയ പാടാണ്. അടുത്ത കാലത്ത് കണ്ട നല്ല സിനിമകളെ കുറിച്ചുകൂടെ പറയും, രണ്ടുപേരും പറയണം.
നല്ല സിനിമകൾ കിഷ്കിന്താകാന്ഡം അത് ഇഷ്ടപ്പെട്ടോ? അമൃതയ്ക്ക് ഇഷ്ടപ്പെട്ടു? കിഷ്കിന്താകാന്ഡം ഇഷ്ടപ്പെട്ടു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് പലതും പലതിലും പലതരത്തിലാണ്. ഇപ്പോൾ റൈഫിൾസ് ക്ലബ്ബ് ഗംഭീര മേക്കിംഗ് ആണ്. കഥ എന്തേലും ഉണ്ടോ അതിൽ കഥയൊന്നുമില്ല, അതങ്ങനെ ചോയിക്കരുത്. ആ സിനിമയിൽ അതെ അതെ, അതാണ് ആ സിനിമ ആവശ്യപ്പെട്ടത്. അതാണ് ആ സിനിമ. കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം. എന്തൊരു മേക്കിംഗ് ആണ് ആ പടം. പിന്നെ ED ലാസ്റ്റിൽ കണ്ട ഞാൻ പറയുന്നത് എക്സ്ട്രാ ഡീസൻ്റ് എന്ന് പറയുന്നത് ആമിർ പള്ളിക്കലിൻ്റെ പടം. ആയിഷ കഴിച്ചപ്പോൾ എനിക്ക് ആമിറിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ OTT-ലാണ് കണ്ടത്. പിന്നീട് പിന്നെ വിളിച്ചില്ല. പക്ഷേ ED കണ്ടപ്പോൾ ഞാൻ വിളിച്ചു. അത് സുരാജ് വെഞ്ഞാറുമൂട് എൻ്റെ നാട്ടുകാരൻ കൂടിയാണ്. എത്ര ഗംഭീരമായിട്ടാണ് സുരാജണ്ണൻ അത് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് ആ പടത്തിൽ. അടുത്തിടയ്ക്ക് ഇറങ്ങിയ ഒട്ടേറെ പടങ്ങൾ ഇങ്ങനെ അതിനും പിറകിലോട്ട് പോയാലും കുറേ പടങ്ങൾ. ഇപ്പോൾ തലവൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ ബേസിലിൻ്റെ കുറേ പടങ്ങൾ, ഇതെല്ലാം ജയ ഹേ. ഞങ്ങളിത് എല്ലാം കാണും കേട്ടോ. ഞങ്ങളിങ്ങനെ പേര് തന്നെ ഓർത്തു വയ്ക്കാത്ത രീതിയിൽ എല്ലാ സിനിമകളും പരമാവധി സിനിമയൊന്നും മിസ്സാകാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ആളാണ്. ഇപ്പോൾ 2 തവണ ഇപ്പോൾ ബാക്ക്ലോഗ് ഉണ്ട്, അത് പൂർത്തീകരിക്കണം. ഇപ്പോഴിറങ്ങിയ 2 തവണ കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ ഈ രേഖാചിത്രം, ഐഡന്റിറ്റി, ആ സീരീസ് ഇങ്ങോട്ട് തിരക്ക് കാരണം കാണാൻ പറ്റിയിട്ടില്ല. അപ്ഡേറ്റഡ് ആണ്, സമയം കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഹാങ് ഔട്ടിൻ്റെ പ്രധാനപ്പെട്ട, ഞങ്ങൾക്ക് 4 പേർക്കും യോജിക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. അതിൽ ഒന്നാമത്തെ മേഖല സിനിമയാണ്. അപ്പോൾ ഹാങ് ഔട്ടിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് അത് എടുക്കുക എന്നുള്ളതാണ്. 2 യാത്ര. ഞങ്ങൾക്ക് എല്ലാവർക്കും പോലെ ഞങ്ങൾക്ക് 4 പേർക്കും ഒരുപോലെ ഇഷ്ടമുള്ളത് കാര്യമാണ്. 3 ഭക്ഷണമാണ്. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുക എന്നുള്ളതാണ്. അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിൽ മൂന്നിലും പരമാവധി ലക്ഷ ടൈം പരമാവധി ഇതിനു വേണ്ടി അങ്ങ് പാക്ക് ചെയ്യും. സിനിമയൊന്നും വിടില്ല. പിന്നെ സിനിമ ഇഷ്ടപ്പെട്ടാൽ, അതിലെ ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ടാലൊക്കെ അവരുടെ നമ്പർ തേടി പിടിച്ച് അവരെ വിളിക്കുകയും അവരുമായി ബന്ധം സ്ഥാപിക്കുകയും. കിഷ്കിന്താകാന്ഡം കണ്ടിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ വിജയരാഘവേട്ടനെ വിളിക്കുന്നത്. അതൊരു ഗംഭീര വിളിയാണല്ലോ. കുഞ്ചാക്കോ ബോബൻ്റെ നമ്മുടെ ബൊഗൈൻവില്ല കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ചാക്കോയെ വിളിച്ചു. അത് വിളിക്കണമെന്ന് തോന്നിയാൽ നമ്മുടെ രജിസ്റ്റർ ആയാൽ അത് ഇഷ്ടപ്പെട്ടാൽ. ബൊഗൈൻവില്ലയിൽ ഗംഭീരമായിട്ടല്ലേ, ആ പടവും നല്ല മേക്കിംഗ് ആണ്. പിന്നെ ഗംഭീരമായിട്ട് ചാക്കോച്ചൻ അത് ചെയ്തിട്ടുമുണ്ട്. അത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതല്ലേ. അമൃതയ്ക്ക് കൂടുതലും കോമഡി സിനിമകളാണ് ഇഷ്ടം. കോമഡി ഞാൻ സിനിമയ്ക്കിടയിലെ സീനിനിടയിലെ നമ്മൾ കാണാത്ത പൊളിറ്റിക്കൽ റീഡിങ് ഇയാൾ നന്നായി നടത്താറുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആളാണ്. അയ്യോ, കറക്റ്റ്നെസ് അല്ല, പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ അല്ല, പക്ഷേ പൊളിറ്റിക്കൽ റീഡിങ് ഉണ്ടല്ലോ, ഈ ഒളിച്ചു വെച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ, അത് ഗംഭീരമായിട്ട് ഇയാള് അത് നന്നായിട്ട് റീഡ് ചെയ്യും. ഏതെങ്കിലും ഒരെണ്ണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ARM സിനിമയിലെ ആ സാധനം എവിടെയായിരിക്കും ഒളിച്ചിരിക്കുന്നതെന്ന് മുമ്പ് വഴി കാണിക്കുന്നതിന് വേണ്ടി വീശുന്ന സാധനം എന്താന്ന് ഓർമ്മയുണ്ട? ഞാൻ എൻ്റെ റിവ്യൂവിൽ എഴുതുന്നുണ്ട്. അത് കടപ്പാട് ഇവിടെയാണ്, അരിവാളാണ് ഞങ്ങള് ദിശ കാണിച്ചു കൊടുക്കുന്നത്. ചെയ്തി കവിത അവസാനം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങള് പെട്ടെന്ന് എനിക്ക് ചിലപ്പോ ആ സിനിമ ഞാൻ കണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ചാണ് കാണുന്നത്. കേരളത്തിന്റെ ആ സീൻ എനിക്ക് പ്രത്യേകമായി ആ ഒരു രാഷ്ട്രീയം എന്നെ അതിൽ ഹുക്ക് ചെയ്ത പൊളിറ്റിക്സ് വേറെ ഒരുപാടുണ്ട്. ചിയോദിക്കാവിൽ എൻ്റെ അമ്മ കയറിയപ്പോൾ തന്നെ ഞാൻ വിജയിച്ചു എന്ന് പറയുന്നൊരു അത് പിന്നെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, അത് ഗംഭീരം അതാണ്. പിന്നെ അതിനേക്കാൾ ഉപരി അംബേദ്കറിനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പോലീസ് കള്ളനാണെന്ന് പറഞ്ഞിട്ട് താണജാതിക്കാരനെ അറസ്റ്റ് ചെയ്യാൻ വരുന്നത്. ഭരണഘടന അത് ഭയങ്കര പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണല്ലോ ഇന്നത്തെ ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അതൊക്കെ എനിക്ക് ഞാൻ തിരക്കഥാകൃത്തിനെ വിളിച്ചിരുന്നു, കാസർഗോഡ് സ്വദേശി.